ഉപയോഗിച്ചാൽ തീരാത്ത ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ? ഏതെങ്കിലും ഒരു ആരോഗ്യ ഇൻഷുറൻസ് ആണ് സാധാരണ നമ്മൾ എടുക്കാറുള്ളത് അല്ലേ? അങ്ങനെ എടുത്തിട്ട് ശരിക്കും കാര്യമില്ല. എത്ര ഉപയോഗിച്ചാലും വീണ്ടും വീണ്ടും കമ്പനി തന്നെ അത് റീസ്റ്റോർ ചെയ്ത് നൽകുന്ന ഇൻഷുറൻസ് ആണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ പലതവണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഒരു പൂർണ്ണ ഗുണം അപ്പോഴാണ് കിട്ടുന്നത്. ഒരു ഫാമിലിക്ക് വേണ്ടി സാധാരണ ഒരു ഇൻഷുറൻസ് ആണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു 20 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടെന്ന് കരുതിക്കും. അതിൽ ഒരാൾക്ക് അസുഖം വന്ന് ഒരു 15 ലക്ഷം രൂപ ചിലവായി കുടുംബത്തിന്. ബാക്കി ഫാമിലിക്ക് പിന്നുള്ളത് ഒരു 5 ലക്ഷം രൂപ മാത്രമാണ്. എന്നാൽ കമ്പനി അത് വീണ്ടും ഫില്ല് ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ആർക്കെങ്കിലും അസുഖം വന്നാൽ വീണ്ടും നമുക്ക് 20 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടുകയും ചെയ്യും. ഇതിനെയാണ് ശരിക്കും റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. പലരും ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്ലാൻ നോക്കി അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചോദിക്കാറില്ല റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത്. ഈ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെയധികം നിർബന്ധമാണ്. കാരണം ഇന്നത്തെ കാലത്ത് 50 ലക്ഷം 60 ലക്ഷം രൂപയുടെയൊക്കെ ബില്ലുകളൊക്കെ വരാറുണ്ട് പല ആളുകൾക്കും എന്തെങ്കിലും ഒരു വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് നൽകുന്ന ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള 4 നല്ല ഇൻഷുറൻസ് കമ്പനികളുടെ പേരാണ് പറയുന്നത്. ഈ പ്ലാനുകൾ ഒന്ന് കേട്ടിരിക്കുക, എന്നിട്ട് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്ത് ഏതാണ് നോക്കിയിട്ട് എടുക്കുക. നിങ്ങൾ ഏത് എടുക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതിരിക്കരുത്. കാരണം നിർബന്ധമായിട്ടും എടുക്കണം. ഇനി ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അമിതമായി ചാർജ് ചെയ്യുമോ എന്ന് ഒരു പേടി വേണ്ട. നിങ്ങൾ വിശ്വസിക്കുന്ന ഡോക്ടറെ അടുത്ത് പോകണം, വിശ്വസിക്കുന്ന ഹോസ്പിറ്റലിൽ പോകണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലും ആ ഒരു ഡോക്ടറിൻ്റെയും കീഴിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവിടെ ഏത് ആരോഗ്യ ഇൻഷുറൻസ് ആണ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ട് ആ ഒരു ആരോഗ്യ ഇൻഷുറൻസ് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ റീസ്റ്റോറേഷൻ മാത്രം നോക്കാതെ കുറച്ച് കാര്യം കൂടെ നോക്കാം. ചില കാര്യങ്ങളോട് ഞാൻ പറയാം. റൂം റെൻറ്റ് ക്യാപ്പിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. റൂം റെൻറ്റ് ക്യാപ്പിംഗ് ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്. കോപ്പേ എന്നുള്ളൊരു ക്ലോസ് ഇല്ലാതെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് സബ് ലിമിറ്റ് എന്നൊരു സാധനമുണ്ട്. സബ് ലിമിറ്റ് ഇല്ലാതെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൺസ്യൂമബിൾ കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കുന്നതാണ് നല്ലത്. OP ട്രീറ്റ്മെൻറ്റും കവർ ആകുന്ന രീതിയിൽ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ പ്രായം കുറഞ്ഞ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു മെറ്റേണിറ്റി കവറേജും കൂടെ ഉള്ള ഒരു പ്ലാനുകൾ എടുത്തു വയ്ക്കുക. ഇതെല്ലാം നോക്കി എടുത്തു കഴിഞ്ഞാൽ പല ഗുണങ്ങളും നമുക്കുണ്ടാവും. ഇപ്പോൾ ഇൻഷുറൻസുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാറില്ല. അപ്പോൾ വേണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം നമുക്കിപ്പോൾ സംശയമില്ല അല്ലേ? ഇൻഷുറൻസ് വേണോ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഫാമിലിക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫീച്ചറുകളെല്ലാം എല്ലാം ചേർത്ത് കമ്പയർ ചെയ്ത് ഇൻഷുറൻസ് എടുക്കാനും നിങ്ങൾക്ക് എത്ര പ്രീമിയം അടയ്ക്കേണ്ടി വരും എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് കമ്പനിയുടെ പ്ലാനുകൾ അവിടെ കാണാനായിട്ട് കഴിയും. അതിൽ നിന്ന് വേണ്ട ഫീച്ചർ നമ്മൾ ആഡ് ചെയ്ത്, ചില ഫീച്ചർ ആഡ് ചെയ്യുന്ന സമയത്ത് പണം കൂടും. അപ്പോൾ അത്രയും പണം നമുക്ക് പറ്റില്ലെങ്കിൽ ആ ഫീച്ചർ റിമൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടിയും കുറച്ച് നമ്മളെ കണ്ടെത്തണം നമ്മുടെ ഏറ്റവും നല്ല പ്ലാൻ ഏതാണ്. നമ്മുടെ ബഡ്ജറ്റിന് യോജിച്ച രീതിയിലുള്ള ഒരു പ്ലാൻ നിങ്ങൾ തന്നെ നോക്കി എടുക്കുക. ഓക്കെ, ഇപ്പോൾ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് വേണം, അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള ഒരു 4 പ്ലാനുകൾ ഞാൻ പറയാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഒരു കമ്പനി സെലക്ട് ചെയ്യണമെന്നുള്ളത് മനസ്സിലാവും. അപ്പം ഈ ഒരു കമ്പനി എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പം നമുക്ക് 4ാമത്തെ പ്ലാൻ നോക്കാം. HDFC എർഗോയിൽ ഒപ്റ്റിമ സെക്യൂർ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ കവറേജ് മുഴുവനായോ ഭാഗികമായോ തീർന്നു പോയാലും പിന്നെയും ആ കവറേജ് റീസ്റ്റോർ ആകുമെന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. പിന്നെ പോളിസി എടുക്കുമ്പോൾ തന്നെ ആദ്യ ദിവസം മുതൽ തന്നെ സെക്യൂർ ബെനിഫിറ്റ് എന്നൊരു ഫീച്ചർ വഴി കവറേജ് നമുക്ക് ഇരട്ടിയാക്കാനായിട്ട് പറ്റും. അതായത് 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്താൽ ആദ്യ ദിവസം തന്നെ ക്ലെയിം ഒന്നും ചെയ്യാതെ തന്നെ 20 ലക്ഷത്തിൻ്റെ കവറേജ് കിട്ടുന്നൊരു പ്ലാൻ. പിന്നെ അത് മാത്രമല്ല, ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ എടുത്ത കവറേജ് അത് ഓരോ തവണ പോളിസി പുതുക്കുമ്പോൾ റിന്യൂവൽ ബോണസ് എന്നുള്ള രീതിയിൽ 100% ആയി കൂടും. അതായത് 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്തു, അത് ഡബിൾ കവറേജ് ആവും, 20 ലക്ഷമാവും. അടുത്ത വർഷം അത് ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും അത് 30 ലക്ഷമാവും. അങ്ങനെ എത്ര തവണയെങ്കിലും ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ കൂടുന്ന രീതിയുണ്ട്. അപ്പോൾ ഒരു 8 വർഷം കഴിയുമ്പോൾ 1 കോടി കവറേജ് വരെ കിട്ടും. ഇന്നത്തെ കാലത്ത് ഒരു 60 ലക്ഷമൊക്കെ ഒരു ബില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം പോളിസികൾ നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അൺലിമിറ്റഡ് കവറേജ് എടുക്കുന്ന അത്ര പൈസയും നമ്മൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു ഗുരുതര അസുഖം വന്നാലും പേടിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഇവിടെ റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ല. ഏത് വലിയ റൂമിലും നമുക്ക് ചികിത്സ നേടാം. കോപേയ്മെൻ്റ് ഇല്ല. ക്ലെയിം തുക മുഴുവനായി കമ്പനി നൽകും.
നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാകില്ല എന്നുള്ള അഡ്വാൻറ്റേജ്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്, അതായത് 24 മണിക്കൂർ താഴെ വരുന്ന ട്രീറ്റ്മെൻറ്റ്സ് പോലും കവറാകും. കൺസ്യൂമബിൾസും കവറേജ് ബിൽഡായിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഇതെന്തായാലും ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ഒരു കാര്യം നോക്കാം, കെയർ സുപ്രീം പ്ലാൻ. ഇവിടെ നിങ്ങൾ ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ കവറേജ് തുക 5 വർഷം കൊണ്ട് 7 മടങ്ങായിട്ട് മാറും. അതായത് 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് 70 ലക്ഷം കവറേജ് കിട്ടും. ആദ്യത്തെ 2 വർഷങ്ങളിൽ 150% വരെ കവറേജ് കൂടും. അതിനുശേഷമുള്ള വർഷങ്ങളിൽ 100% വീതം കൂടി മാക്സിമം 600% വരെ നിങ്ങളുടെ കവറേജ് ഇവിടെ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ കവറേജ് കഴിഞ്ഞാലും ഒരു വർഷത്തിൽ എത്ര തവണ വേണമെങ്കിലും സെയിം അസുഖത്തിനോ അല്ലെങ്കിൽ കവറേജ് എത്ര തവണ വേണമെങ്കിലും റീസ്റ്റോർ ആക്കാനായിട്ടും പറ്റും. പിന്നെ ഇതിൽ റൂം റെന്റ് ലിമിറ്റ് ഇല്ല, കോപേയ്മെന്റ് ഇല്ല, ഡേ കെയർ ട്രീറ്റ്മെന്റ് കവേർഡ് ആണ്. കൺസ്യൂമബിൾസ് കവറേജ് കിട്ടണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യണം, അത് ഓർത്തിരിക്കാം. അപ്പോൾ അത് മറ്റേതുപോലെയൊക്കെ തന്നെയാണ്. അതിന് ചെറിയ പൈസ നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇനി രണ്ടാമത്തത് നിവാബുപ്പയുടെ റീഅഷ്യൂർ 2.0 ബ്രൗൺസ് പ്ലസ് എന്നുള്ളൊരു പ്ലാൻ. എത്ര തവണ വേണമെങ്കിലും ഒരു വർഷത്തിൽ കവറേജ് തുക ഉപയോഗിക്കാം. അൺലിമിറ്റഡ് റീസ്റ്റോർ ബെനിഫിറ്റ് ഇതിനുണ്ട്. അത് ഒരേ അസുഖത്തിനായാലും കവറേജ് തീർന്നു പോയാൽ അത് റീസ്റ്റോർ ആകുമെന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. പിന്നെ ഇവിടെ നിങ്ങൾ ക്ലെയിം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത തവണ നിങ്ങളുടെ കവറേജ് ഇരട്ടിയാകും. അതായത് 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം നമ്മളൊന്നും ക്ലെയിം ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല, അടുത്ത വർഷം പുതുക്കുമ്പോൾ 20 ലക്ഷം ആയിട്ടുണ്ടാവും. അത് അങ്ങനെ 3 മടങ്ങ് വരെ കവറേജ് കൂടാനായിട്ട് വരും. അതായത് 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തു കഴിഞ്ഞാൽ 2 വർഷം ക്ലെയിം ചെയ്യാതിരുന്നാൽ 30 ലക്ഷം വരെ ആകും കവറേജ്. ഇനി ക്ലെയിം ചെയ്താലും ബാക്കിയുള്ള തുക അടുത്ത വർഷത്തിൽ കവറേജിനോടം ആഡ് ആവും. അതായത് 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം ക്ലെയിം വന്നു എന്ന് കരുതുക, ബാക്കി 5 ലക്ഷം കൂടി അടുത്ത തവണ പുതുക്കുമ്പോൾ 15 ലക്ഷമായിട്ട് മാറും. അങ്ങനെ മാക്സിമം 3 ഇരട്ടിയാകുന്നത് വരെ ഇത് തുടരും. ഇതിലും റൂം റെന്റ് ലിമിറ്റ് ഇല്ല, കോപേയ്മെന്റ് ഇല്ല, ഡേ കെയർ ട്രീറ്റ്മെന്റ്സ് കവേർഡ് ആണ്. കൺസ്യൂമബിൾസും എക്സ്ട്രാ ആഡ് ഓൺ ആയി ചേർക്കണം. മറ്റേതുപോലെ തന്നെ ആഡ് ഓൺ ആയിട്ട് കുറച്ച് പണം കൊടുത്ത് ആഡ് ചെയ്യണം. ഒന്നാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആദിത്യ ബിർളയുടെ ആക്റ്റീവ് 1 മാക്സ് പ്ലാൻ എന്നുള്ളതാണ്. ഇവിടെ എത്ര തവണ വേണമെങ്കിലും ഒരു വർഷത്തിൽ കവറേജ് തുക ഉപയോഗിക്കാമെന്നുള്ള അഡ്വാൻറ്റേജ്. അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ട്. അത് ഒരു അസുഖത്തിനായാലും കവറേജ് തീർന്നു പോയാൽ അത് റീസ്റ്റോർ ആകുമെന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും ഓരോ വർഷം തോറും കവറേജ് 100%ഓളം കൂടും. ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം പുതുക്കുമ്പോൾ 20 ലക്ഷം ആകും. അങ്ങനെ മാക്സിമം 500% വരെ, അതായത് 50 ലക്ഷം വരെ കൂടും. അതായത് 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്താലും 5 വർഷം കഴിയുമ്പോൾ 50 ലക്ഷമാവും കവറേജ്. പിന്നെ ഇതിൽ റൂം റെന്റ് ലിമിറ്റ് ഇല്ല, കോപേയ്മെന്റ് ഇല്ല, ഡേ കെയർ ട്രീറ്റ്മെന്റും കൺസ്യൂമബിൾസും കവേർഡ് ആണെന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കോപേയ്മെന്റ് ഇല്ലാത്തത്, കൺസ്യൂമബിൾ കവർ ആകുന്നത്, സബ് ലിമിറ്റ് ഇല്ലാത്തത്, വെയിറ്റിംഗ് പീരീഡ് മാക്സിമം കുറവുള്ള, ഡേ കെയർ ഫീച്ചേഴ്സ് ഉള്ളത്, അതുപോലെ OP കവറേജ് ഉള്ള ഒരു പോളിസി നോക്കി എടുക്കുന്നതാണ് നല്ലത്. ഈ റീസ്റ്റോറേഷൻ ബെനിഫിറ്റും കൂടെ ഉള്ളെങ്കിൽ നല്ലതാണ്. ചില ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം, ചില ഫീച്ചേഴ്സ് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ചില ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പം ചിലപ്പോൾ പണം കുറച്ച് കൂടും, അത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതെടുത്ത് മാറ്റാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ വേഗത്തിൽ നോക്കാനായിട്ട് പറ്റും. അതിനുള്ള ലിങ്കാണ് ഞാൻ കമൻറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏത് ഇൻഷുറൻസ് ആണ് ഏറ്റവും നല്ലത്. ഇഷ്ടമുള്ള കമ്പനിയുടെ എടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ഉള്ള ഒരു സ്ഥലത്ത് ഏത് ഇൻഷുറൻസ് ആണെന്ന് നോക്കുക. ആ ഒരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് നോക്കുക. ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 25% വരെ ഡിസ്കൗണ്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.